കോഴിക്കോട് നിന്നൊരു വാർത്തയിലേക്കാണ് ഇനി. കോഴിക്കോട് മോഷ്ടിക്കാനെത്തിയ വീട്ടിൽ ഫ്രിഡ്ജിലെ ചോറും മീൻകറിയും അച്ചാറും കഴിച്ച് മോഷ്ടാക്കൾ. പാലെടുത്ത് ചായ ഉണ്ടാക്കി കുടിച്ചാണ് ഇവരുടെ മടക്കം. താമരശ്ശേരി ചർച്ച് റോഡിലെ മുണ്ടപ്ലാക്കൻ വർഗീസിന്റെ വീട്ടിലാണ് ഈ മോഷണ ശ്രമം ഉണ്ടായത്. ഈ വീട്ടിൽ എന്തെല്ലാം സാധനമുണ്ട് അത് മുഴുവനുണ്ട് വലിച്ചു വാരി നിരത്തിട്ടേക്കുന്നു. അതൊക്കെ പോട്ടെ, ഞങ്ങളുടെ അടുക്കളയിലേക്ക് കയറാൻ മേലാതെ ഞങ്ങൾ വരുമ്പോൾ രാത്രിയിൽ ചോറ് വെക്കാൻ വൈകിയാലോന്ന് വിചാരിച്ചിട്ട് ചോറൊക്കെ വെച്ച് റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോയതാണ്. അത് പഞ്ചസാര കോരുന്ന സ്പൂൺ ഇട്ടിട്ടാണ് ആ ചോറ് വിളമ്പിയിട്ട്, അതും മീൻകറി എന്നാൽ അതൊന്ന് മൂടിയെങ്കിലും വെക്കാനുള്ളൊരു സന്മനസ് അവർ കാണിച്ചില്ല. തിന്നേച്ച് ബാക്കിയുള്ളതൊക്കെ വലിച്ചു വാരിയിട്ട്. മിഥില ബാലൻ കോഴിക്കോട് നിന്ന് ചെയ്തിട്ടുണ്ട് വിവരങ്ങളുമായി. മിഥില, ഇതൊരു പ്രത്യേകതരം മോഷ്ടാക്കളാണെന്ന് തോന്നുന്നു. പക്ഷേ വിശന്നുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു മോഷണ ശ്രമം. മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ എന്തെങ്കിലും സാധനങ്ങൾ? അതിനെക്കുറിച്ച് അവർ പരാതിപ്പെട്ടിട്ടുണ്ടോ? അത്തരം കാര്യങ്ങളെ കുറിച്ച് എന്താണ് പോലീസ് വ്യക്തമാക്കുന്നത്? ഇപ്പോൾ മീൻകറിയും അതുപോലെ ചോറൊക്കെ കഴിച്ചിട്ടുണ്ട്, അത് മൂടി വെക്കാൻ പോലുള്ള മനസ്ഥിതി പോലും ആ മോഷ്ടാക്കൾ കാണിച്ചില്ല എന്നാണ് ആക്ഷേപം. എന്താണ് സംഭവിച്ചത് അവിടെ? പ്രജിൻ, ഇന്നലെ ഈ താമരശ്ശേരി ഈ ഭാഗങ്ങളിൽ വ്യാപകമായി വീടുകളിൽ മോഷണമുണ്ടായിരുന്നു. ഇത് 4ാമത്തെ വീടാണ് ഈ ഒരു വീട്, വർഗീസിന്റെ വീട്. ഈ വീട്ടിലെത്തിയ മോഷ്ടാക്കൾ വീട് മൊത്തം അരിച്ചു പെറുക്കിയിട്ടുണ്ട്. പക്ഷെ അവർ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും അവർക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അടുക്കളയിൽ കയറി ഫ്രിഡ്ജിലുണ്ടായിരുന്ന ചോറും മീൻകറിയും അച്ചാറൊക്കെ കൂട്ടി ചോറ് കഴിച്ചത്. അതിനുശേഷം ഇതൊന്നുമല്ല, പുറത്ത്